ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജോയ്സ് ഡയറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് യൂട്യൂബ് ചാനലിലേക്ക്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് പാലക്കാട് പോവുകയാണ്. പാലക്കാട് എന്തിനാണ് പോകുന്നത്? രഥോത്സവം കൂടാൻ വേണ്ടിയിട്ട്. എൻ്റെ 2 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ രഥോത്സവം കാണാൻ വേണ്ടിയിട്ട് വളരെയധികം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പാലക്കാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പാലക്കാട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഫേമസ് ടണലിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ടണലിൽ രാവിലത്തെയും രാത്രിത്തെയും കാഴ്ചകൾ ആനയാട് വ്യത്യാസമുണ്ട്. രാവിലെ പോകുമ്പോൾ അധികം ഭംഗിയൊന്നും, രാത്രി ആ ടണലിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ രഥോത്സവത്തെ പറ്റി പറയുകയാണെങ്കിൽ കൽപ്പാത്തി രഥോത്സവം എന്നാണ് ഈ രഥോത്സവം അറിയപ്പെടുന്നത്. കൽപ്പാത്തിയിലെ 5 ഗ്രാമങ്ങൾ ഒരുമിച്ച് നടത്തുന്ന ഉത്സവമാണിത്. അവിടുത്തെ 5 ഭഗവാന്മാർ, അവിടുത്തെ 5 അമ്പലങ്ങളിൽ 5 ഭഗവാന്മാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ രഥം നമ്മൾ കുറേ ആൾക്കാരൊക്കെ കൂടി വലിച്ച് ഇതെല്ലാം കൂടി ഒരൊറ്റ സ്ഥലത്തെത്തുമ്പോൾ അവിടെ കലോത്സവം എന്നൊക്കെ രഥോത്സവം അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെന്ന് രാത്രി തന്നെ നമ്മൾ ശിവൻ്റെ അവിടുത്തെ ക്ഷേത്രത്തിൽ പോയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. വീഡിയോസ് ഒന്നും പറയേണ്ട അധികമൊന്നുമില്ല, ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. അടുത്ത രഥത്തിൻ്റെ ഫോട്ടോയും നമ്മൾ എടുത്തിട്ടുണ്ട്. കാണാനുള്ള ആഗ്രഹം കൊണ്ട് പോയതാണ്. ഞാനും അമ്മയും അച്ഛനും 2 ആൻറ്റിമാരും. പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുറച്ച് വൈകിയാണ് എണീച്ചത്. കാരണം രാവിലെ നേരത്തെ എണീക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കിടന്നുറങ്ങിയത് വൈകിപ്പോയി. അപ്പം നേരത്തെ എണീക്കാൻ പറ്റിയില്ല. നേരത്തെ എന്ന് ഉദ്ദേശിച്ചത് ഒരു 5 മണിയൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ എണീറ്റ് വന്നപ്പോൾ 7:30 അപ്പോൾ നമ്മളെല്ലാവരും കൂടെ റെഡിയായി വന്നപ്പോൾ പിന്നെ 9 മണിയായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൽപ്പാത്തിയിലേക്ക് വരികയാണ്. ഇവിടെ റോഡൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടികൾക്ക് വലിയ വണ്ടി എന്ന് വെച്ചാൽ കാറ് അതേപോലെയുള്ള വണ്ടികൾക്കൊന്നും പ്രവേശനം ഉണ്ടാകുന്നില്ല. അപ്പോൾ കാർ ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ 4 പേര്, അച്ഛൻ കാറ് പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 4 പേര് ഒരുമിച്ച് നടക്കുകയാണ് മുമ്പോട്ട്. എങ്ങോട്ട്? കൽപ്പാത്തി ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഹൽവ കട, പൊരിക്കട, വറുത്ത് വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളുടെ കടകളൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ട്. കൂടാതെ വളയും മാലയും കമ്മലും കുട്ടികളുടെയൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന കട, അങ്ങനെ കുറേ കടകൾ കാണുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാനും ആൻറ്റിമാരും അമ്മയ്ക്കും കൂടി ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നതെന്ന് ആലോചിക്കണം. കൂടാതെ ഇവിടെ കല്ല് കൊണ്ടും മണ്ണും കൊണ്ടുള്ള ചട്ടികളും കലങ്ങളും, പിന്നെ നമ്മൾ ജാറൊക്കെ ഇല്ലേ ഉപ്പൊക്കെ ഇട്ട് വയ്ക്കുന്ന അതേപോലത്തെ ജാറ്, പല ടൈപ്പ് സാധനങ്ങൾ കാണാൻ പറ്റും നമുക്ക്. പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു സ്റ്റാൻഡ് നിറച്ച് കമ്മൽ വെച്ചിരിക്കുന്ന ഒരു കട കാണാൻ പറ്റും. കുറച്ചും കൂടെ മുമ്പോട്ട് പോയപ്പോൾ അവിടെ ചവണയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്കും എറിഞ്ഞ് മാങ്ങയൊക്കെ വീഴ്ത്തിയിട്ട് ആ മാങ്ങയൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ അവിടെ ഒരു മാല കണ്ടപ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ട് ആ മാലയുടെ പ്രേമം തോന്നിയപ്പോൾ അമ്മ ഒന്നെടുത്ത് നോക്കി. പക്ഷെ അത് അവിടെ തന്നെ വെച്ചു. പിന്നെ കുറച്ചും കൂടെ നടന്നപ്പോൾ അങ്ങ് വിദൂരതയിലേക്ക്, അത്രയും വിദൂരതയിലേക്ക് നോക്കണ്ട, ചെറുതായിട്ട് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ അന്ന് രാവിലെ നമ്മൾ ആദ്യം കണ്ട രഥമാണ്. രഥം നമുക്ക് കാണാൻ പറ്റും. രഥമൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ രഥം കണ്ടില്ല, രഥത്തിലേക്ക് എത്തുന്നുണ്ടാകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളക്കടകളും മൈലാഞ്ചി കടകൾ, അത് പല ടൈപ്പ് പല സാധനങ്ങൾ വിൽക്കുന്ന കുറേ കടകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അവസാനം നമ്മൾ രഥത്തിൻ്റെ മുമ്പിലെത്തി. അതിൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുമ്പിലേക്ക് നടക്കുകയാണ്. ഓരോ കടകളും ആൾക്കാരും, നല്ല ജനസാഗരങ്ങളുണ്ട്. കാരണം ഇതെല്ലാം ഈ രഥോത്സവം നടക്കുന്നത് കുഞ്ഞു ഇടവഴികളിലാണ്. എന്ന് പറഞ്ഞാൽ അധികം കുഞ്ഞതല്ല, എന്നാലും അറ്റ് എ ടൈം ഒരു വണ്ടിക്ക് മാത്രം പ്രവേശിക്കാൻ, ഈ ആൾക്കാരും കൂടെ കൂടുമ്പോൾ അറ്റ് എ ടൈം ഒരു വണ്ടിക്ക് മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന റോഡുകളിലൂടെ നമ്മൾ കിടക്കുന്നത്. അപ്പോൾ അവസാനം നമ്മൾ ഒരു രഥത്തിന് മുമ്പിലെത്തി. നമ്മൾ അവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ അവിടുത്തെ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലാണ്. അപ്പോൾ അവിടുത്തെ അമ്പലത്തിൽ ഭഗവാനെ ആ രഥത്തിലേക്ക് കയറ്റാനായിട്ടുള്ള ആരവമാണ് നമ്മൾ കാണുന്നത്. ഭഗവാനെ കയറ്റി എൻ്റെ അമ്മ തേരൊക്കെ വലിച്ചു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഫോട്ടോസോ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അമ്മ അതിനെ ഭയങ്കര വിഷമത്തിലായിരുന്നു. അമ്മ ഇവിടെ വന്നിട്ട് എൻ്റെ വീഡിയോ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാനും നല്ല തിരക്കായിരുന്നു. ആ വടം കയ്യിൽ കിട്ടിയത് മാത്രം അടുത്ത ജനങ്ങൾക്കൊക്കെ ഓർമ്മയുള്ളൂ, ബാക്കി ഒന്നും ഓർമ്മയില്ല.
അപ്പോൾ നമ്മൾ വടമൊക്കെ വലിച്ചിട്ട് അതിൻ്റെ ക്ഷീണത്തിന് നമ്മുടെ ഫുഡ് അടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വരവാണ്. തിരിച്ചു വരുമ്പോൾ അവിടെ വണ്ടകാക്ഷരത്തിൽ എന്താ കൽപ്പാത്തി സംഗീതോത്സവം 2K24 എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ബോർഡൊക്കെ കണ്ട് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഏത് കൽപ്പാത്തി ഗ്രാമത്തിനുള്ളിലേക്ക് കയറുകയാണ്. ഇപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ കൂടിയിട്ടുണ്ട്. കടകൾ കുറച്ചും കൂടെ തുറന്നിട്ടുണ്ട്. കുറേ പാവക്കടകൾ കാണാം. പിന്നെ അവിടെ 4 രൂപയ്ക്ക് കുഞ്ഞു കുഞ്ഞു പിള്ളേരുടെ ഉടുപ്പുകളൊക്കെ 4 രൂപയ്ക്കുന്ന 100 രൂപയ്ക്ക് 4 ജോഡി കുഞ്ഞു കുഞ്ഞ് ഉടുപ്പുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഒരു ബാഗ് മേടിക്കണം എന്ന മോഹത്തോടെ ഞങ്ങളൊരു ബാഗ് ചേട്ടൻ്റെ കടയിൽ വന്നിട്ടുണ്ട്. അമ്മയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് മൊത്തം മറിച്ചിട്ടാലും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാഗ് എൻ്റെ അമ്മയുടെ കണ്ണിൽ പെടൂല. അപ്പോൾ നമ്മൾ അങ്കിളിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അങ്കിൾ 2 വാക്ക് പറഞ്ഞു. നമുക്ക് അപ്പോൾ അങ്കിളിൻ്റെ വാക്കുകളിലേക്ക് കാതോർക്കാം. എല്ലാ ആഴ്ചയുടെ കച്ചവടത്തിലാണോ? ഞങ്ങള് ഈ പ്രാവശ്യം ആദ്യമായിട്ടോ അല്ലേ? ഈ പ്രാവശ്യം വരാറ്. കഴിഞ്ഞ പ്രാവശ്യം ഒരട്ടം വന്നിട്ടുണ്ട്. കച്ചവടം കുഴപ്പമില്ല. എന്തായാലും മഴയൊക്കെ പെയ്തിട്ട് കുറച്ചൊരു പ്രശ്നമാണ്. കുഴപ്പമൊന്നുമില്ല. ഇരിക്കാൻ സ്ഥലമില്ല. അത്രയും തിങ്ങിയ കച്ചവടക്കാരാണ്. നമുക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടായില്ല. അപ്പൊ അത്രയും തിങ്ങിയ കച്ചവടക്കാരാണ്. അപ്പൊ നമ്മൾ ചെറിയൊരു ഗ്യാപ്പിൽ കുഴപ്പമില്ലാത്ത ലെവലിൽ അരി മേടിക്കാന്നുള്ള ലെവലിൽ അങ്കിൾ നമുക്ക് വളരെയധികം വിശദമായിട്ട് അങ്ങനെ അങ്കിളിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അങ്കിൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു അങ്കിൾ. നമ്മളിങ്ങനെ നോക്കി വരുമ്പോൾ അവിടെ നമുക്ക് സഹ്യപർവ്വതങ്ങൾ കാണാൻ പറ്റും. അതാണ് സഹ്യൻ. അങ്ങനെ കുറച്ചും കൂടെ വന്നപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. വെൽക്കം ടു ഹെറിറ്റേജ് വില്ലേജ്, കൽപ്പാത്തി ഹെറിറ്റേജ് വില്ലേജ്, കൽപ്പാത്തി പൈതൃക ഗ്രാമം. പിന്നെ അവിടെ ഫലകമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അച്ഛനക്ക് പറഞ്ഞു തരുന്നത് എന്തിൻ്റെ ഫലകമൊക്കെയാണ്. കൈത്തറി വ്യവസായത്തെ പറ്റി പറയുന്നതാണ്. അച്ഛനത് പറയുന്നത് വ്യവസായ വകുപ്പും കൈത്തറി വകുപ്പും കൂടിയ ഖാദിവാദ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫലകം സ്ഥാപിച്ചിരിക്കുന്നതാണ്. കുറച്ച് അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ചിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ ഒരു പാവക്കട ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ പറയായിരുന്നു, എനിക്ക് കളർഫുള്ളായിട്ടുള്ള കുരങ്ങനെ വേണം, റെയിൻബോ കളറുള്ള കുരങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു കുരങ്ങനെയൊക്കെ വാങ്ങിച്ച് വന്നു. അപ്പോൾ നമ്മൾ നടന്നു പോയപ്പോൾ അഗ്രഹാരങ്ങൾ കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അഗ്രഹാരങ്ങൾ കാണുന്നത്. ഒരു വീടിൻ്റെ മതിലാണ് ഒരു വീടിൻ്റെ ചുമരാണ് മറ്റേ വീടിൻ്റെ ചുമര് എന്ന് വെച്ചാൽ അവിടെ മതിലുകളില്ല. അവിടെ മൊത്തം പൈതൃക ഗ്രാമമായിട്ട് അതിനെ ഒരു ഹെറിറ്റേജ് വില്ലേജ് ആയിട്ട് നോക്കിയിട്ടുള്ളത് കൊണ്ട് അതെല്ലാം ഓട് വെച്ചിട്ടാണ് ഫിനിഷിങ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ പാവകളും മറ്റേ സ്റ്റിക്കർ പേപ്പർ, ഗിൽറ്റ് പേപ്പറിലൊക്കെ ഇങ്ങനെ ഗിൽറ്റ് പേപ്പർ കൊണ്ട് ഡ്രസ്സൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ പാവകളെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്നെ കുറച്ചുകൂടെ നടന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 അമ്മൂമ്മമാർ ഐസ്ക്രീം മേടിക്കാനായിട്ട് കയറി. അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ അമർത്തിയേക്കുക. ടാറ്റ ബൈ ബൈ. വേഗം തന്നെ ഓടി വരാം.